Bismillahirrahmanirrahim. Alhamdulillahi Rabbil Alamin. Wassalatu wassalamu ala rasulihil kareem wa ala alihi wa sahbihi wa man tabi'ahum bi ihsanin ila yawmiddin. Amma ba'du, ittaqullaha ibadallah. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സൂറ നിസാഇന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ولا تنكحوا ما نكح آباؤكم من النساء إلا ما قد سلف إنه كان فاحشة ومقتا وساء سبيلا حرمت عليكم أمهاتكم وبناتكم وأخواتكم وعماتكم وخالاتكم وبنات الأخ وبنات الأخت وأمهاتكم اللاتي أرضعنكم وأخواتكم من الرضاعة وأمهات نسائكم وربائبكم اللاتي في حجوركم من نسائكم اللاتي دخلتم بهن فإن لم تكونوا دخلتم بهن فلا جناح عليكم وحلائل أبنائكم الذين من أصلابكم وأن تجمعوا بين الأختين إلا ما قد سلف إن الله كان غفورا رحيما. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ നമുക്ക് വിവാഹം നിഷിദ്ധമായ ബന്ധങ്ങൾ ഏതൊക്കെയാണെന്ന് വളരെ വ്യക്തമായും കൃത്യമായും പഠിപ്പിച്ചു തരികയാണ്. അതിലാദ്യമായി തന്നെ അല്ലാഹു പറയുന്നത് വലാ തൻകിഹു, നിങ്ങൾ വിവാഹം കഴിക്കരുത്. ആരെ? മാ നകഹ ആബാഉകും മിനൻ നിസാ, നിങ്ങളുടെ പിതാക്കൾ വിവാഹം ചെയ്ത സ്ത്രീകളെ. അപ്പോൾ നമ്മുടെ പിതാക്കൾ വിവാഹം ചെയ്ത സ്ത്രീകളെ നിങ്ങൾ ഒരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു കൽപ്പന വരാൻ കാരണം എന്താ? ഇസ്ലാം വരുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ളൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതാണ് ഇല്ലാമ ഖദ് സലഫ എന്ന് പറഞ്ഞത്. മുമ്പ് ചെയ്തു പോയതൊഴികെ, മുമ്പ് നിങ്ങൾ ചെയ്തതോ ചെയ്തു, ആ ജാഹിലിയ സംസ്കാരം ഇനി ഒരിക്കലും ഈ ഇസ്ലാമിക കാലത്ത് നിങ്ങൾ പിന്തുടരാൻ പാടില്ല എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇബ്നു സഅദ് അൻ മുഹമ്മദ് ബിൻ കഅബ് അവരിൽ നിന്നൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്, കാന റജുലു ഇദാ തുഫിയ അൻ ഇംറഅതിഹി കാന ഇബ്നുഹു അഹഖു ബിഹാ എന്നാണ്, അയൻകിഹഹ ഇൻഷാ. ഏതെങ്കിലും ഒരു വ്യക്തി മരണപ്പെട്ടാൽ ജാഹിലിയ സമ്പ്രദായം അനുസരിച്ച് അയാളുടെ മകനാണ് അവളെ വിവാഹം കഴിക്കാൻ ഏറ്റവും അർഹരായിട്ടുള്ളത് എന്ന ഒരു രീതി ജാഹിലിയ കാലത്ത് ഉണ്ടായിരുന്നു. എങ്ങനെയാണെങ്കിൽ ഇല്ലം തക്കുൻ ഉമ്മുഹു അയുങ്കഹു മൻഷാ, ഒരാൾക്ക് മകനുണ്ട് എന്നാൽ ഭാര്യയുമുണ്ട്. അപ്പോൾ തൻ്റെ ഉമ്മയല്ലാത്ത നിലക്ക് ഉള്ള പിതാവിൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കാൻ മകനായ ആൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ അവനാണ് ഏറ്റവും അർഹനായിട്ടുള്ളത് എന്നൊരു ധാരണ ജാഹിലിയ കാലത്ത് ഉണ്ടായിരുന്നു. ആ സ്ത്രീ വേറൊരു കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഈ സമ്പ്രദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിക്കൊണ്ടുള്ള കൽപ്പന അവതരിപ്പിക്കുന്നത്. ഫലമ്മ മാത്ത അബൂ ഖൈസ് ഇബ്നു അൽ അസ്ലത്ത് ഖാമ ദാലിക ലഹു എന്നാണ്. അപ്പോൾ
ഫലമ്മ മാത്ത അബൂ ഖൈസ് ബിനുൽ അസ്ലത്ത്, അബൂ ഖൈസ് ബിനുൽ അസ്ലത്ത് എന്ന വ്യക്തി മരിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ മകനായ മെഹ്സൻ തൻ്റെ പിതാവിൻ്റെ ഭാര്യയെ വിവാഹം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ വലം യുൻഫഖ് അലൈഹ വലം യുവറസ് മിനൽ മാലി ഷൈഅ, യാതൊന്നും അവൾക്ക് വേണ്ടി ചെലവഴിക്കാനും കൊടുക്കുവാനുമൊക്കെ കൊടുക്കാനൊന്നും തയ്യാറാകാത്ത സന്ദർഭത്തിലാണ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് ഈ സംഗതി പറഞ്ഞത്. അപ്പോഴാണ് ഈ ആയത്ത് അവതീർണമായത് എന്നാണ് ഇതിൻ്റെ അവതരണ പശ്ചാത്തലമായിക്കൊണ്ട് വിശദീകരിച്ചിട്ടുള്ളത്. വലാ തൻകിഹു മാ നക്കഹ ആബാഉകും മിനൻ നിസാ, നിങ്ങളുടെ പിതാക്കൾ വിവാഹം ചെയ്ത സ്ത്രീകളെ നിങ്ങൾ ഒരിക്കലും വിവാഹം കഴിക്കാൻ പാടില്ല എന്ന ഈ ആയത്ത് ആ സന്ദർഭത്തിൽ അവതീർണമാകുന്നു. അപ്പോൾ കഴിഞ്ഞു പോയതൊഴികെ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ബന്ധങ്ങൾ എന്ത് ചെയ്തു, അങ്ങനെ അതോടുകൂടി നിഷ്ഫലമായി പോയി. ഇനി പുതിയ ബന്ധങ്ങളെ നിങ്ങൾ സ്ഥാപിക്കാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇന്നഹു കാന ഫാഹിഷത്തൻ വ മഖ്തൻ വസാഅ സബീല. ഇതിനെക്കുറിച്ച് ഖുർആൻ 3 രീതിയിലാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇന്നഹു കാന ഫാഹിഷ, അത് മ്ലേച്ഛ വൃത്തിയാകുന്നു. വ മഖ്തൻ, ഏറ്റവും വെറുക്കപ്പെട്ട കാര്യമാണ്, അള്ളാഹുവിന് ഏറ്റവും വെറുക്കപ്പെട്ട കാര്യമാണ്. വസാഅ സബീല, അതേപോലെ തന്നെ ഏറ്റവും ദുഷിച്ച മാർഗവുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ഈ സമ്പ്രദായത്തെ കൃത്യമായി വിരോധിക്കുന്നത്. ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത് കാണാൻ കഴിയും. അൽ ഖുബ്ഹു സലാസത്തു അസ്നാഫ്, ഇവിടെയുള്ള ഖുബ്ഹ് എന്ന് പറഞ്ഞാൽ അനിസ്ലാമികത, ഈ മ്ലേച്ഛ വൃത്തി, നീചവൃത്തി എന്ന് പറഞ്ഞത് 3 രീതിയിലുണ്ട്. ഒന്ന് അഖിലിയായിട്ടും ശർഈയായിട്ടും ആദിയായിട്ടും ഇത് തിന്മയാണ് എന്നതാണ്. ബുദ്ധിപരമായി നോക്കുകയാണെങ്കിൽ തന്നെ ഇതൊരു മോശമായ ഏർപ്പാടാണ്. ശർഈയായി മതനിയമപ്രകാരം ഇത് പാടില്ലാത്തതാണ്. അള്ളാഹു വിലക്കിയതോടുകൂടി അത് സാധ്യമായി തീർന്നു. ആദി, മനുഷ്യൻ്റെ പതിവ് സമ്പ്രദായം അനുസരിച്ചുമൊക്കെ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഫാഹിഷ എന്ന് ഒന്നാമത്തേതിലേക്ക് സൂചനയായിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഫാഹിഷ എന്ന് പറഞ്ഞാൽ അഖിലിയായിട്ട് ബുദ്ധിപരമായിക്കൊണ്ട് തന്നെ ഇത് നീചവൃത്തിയാണ്. മഖ്ത്ത് എന്ന് പറഞ്ഞത് ശർഈയായിക്കൊണ്ട് ഏറ്റവും വെറുക്കപ്പെട്ട കാര്യമാണ്. സാഅ സബീല എന്ന് പറഞ്ഞിട്ടുള്ളത് മനുഷ്യൻ്റെ പതിവ് സമ്പ്രദായം അനുസരിച്ചും ഇതെന്താണ്, ദുഷിച്ച മാർഗമാണ്. ആദ്യം ഈ ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ഇനി 3 വിഭാഗങ്ങളായിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമായ ബന്ധങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അതിലൊന്നാമത്തെ നോക്കൂ, വിവാഹവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കുടുംബ ബന്ധങ്ങളാണ്. അൽ ഖിസ്മുൽ അവ്വൽ മിൻഹാ മാ യുഹ്റമു മിൻ ജിഹത്തിൻ നസബി, രക്തബന്ധങ്ങളാണ് പറയുന്നത്. ഹുരിമത് അലൈക്കും ഉമ്മഹാതുക്കും വബനാതുക്കും വഅഖവാതുക്കും വഅമ്മാതുക്കും വഖാലാതുക്കും വബനാതുൽ അഖ് വബനാതുൽ ഉഖ്തി. ഇവിടെ പറഞ്ഞത് ഹുരിമത് അലൈക്കും, നിങ്ങളുടെ മേൽ നിഷിദ്ധമാകുന്നു. ആര്? ഉമ്മഹാത്തുക്കും, നിങ്ങളുടെ മാതാക്കൾ. മാതാക്കൾ എന്ന് പറഞ്ഞാൽ അവർ ഉയർന്നവരായാലും താഴ്ന്നവരായാലും എന്ന് പറഞ്ഞാൽ, ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ ഉമ്മ, അങ്ങനെ എത്ര പോയാലും. അതേപോലെ തന്നെ ഉമ്മാൻ്റെ അനിയത്തിമാരായിക്കൊണ്ട് ഇളയമ്മ, അങ്ങനെ വരുന്ന ആ മാതാക്കളുടെ കാറ്റഗറിയിൽ പെട്ടിട്ടുള്ള എല്ലാവരും നിങ്ങൾക്ക് നിഷിദ്ധമാകുന്നു. ഉമ്മാനെയൊക്കെ ഇപ്പോൾ ആരെങ്കിലും വിവാഹം കഴിക്കുമോ എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാകും അല്ലേ? ഈ കാലഘട്ടത്തിൽ പോലും മാതാക്കളെ, അതേപോലെ തന്നെ വല്യുമ്മമാരെ വരെ വിവാഹം കഴിക്കുന്ന വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇസ്ലാം ഒരു കാര്യം ശരിക്കും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇസ്ലാമിൽ വിവാഹത്തിന് ഏതേതൊക്കെ ബന്ധങ്ങളാണ് സ്ഥാപിക്കൽ അനുവദനീയമായത് എന്ന് കൃത്യം ഏത് കാലഘട്ടത്തിലും
പ്രസക്തമായ നിത്യപ്രസക്ത നിർദ്ദേശങ്ങളാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്നത് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഒന്നാമത്തേത് ഉമ്മമാരെ മാതാക്കളെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. രണ്ടാമത്തേതോ വബനാത്തുക്കും നിങ്ങളുടെ പുത്രിമാരെ, ഇനി മക്കൾ, അതുപോലെ തന്നെ മക്കളുടെ മക്കൾ, പെൺമക്കൾ, അവരെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധിക്കുന്നു. മൂന്നാമത്തേത് വഅഖവാത്തുക്കും നിങ്ങളുടെ സഹോദരിമാരാകുന്നു. സഹോദരിമാർ എന്ന് പറഞ്ഞത് ഉമ്മയും ഉപ്പയും ഒത്ത സഹോദരിമാരും ഉമ്മയൊത്ത സഹോദരിമാരും ഉപ്പയൊത്ത സഹോദരിമാരും ഒക്കെ ആ കാറ്റഗറിയിൽ പെടും. സഹോദരിമാരായി ആരൊക്കെ വരുന്നുവോ അവരുമായിട്ടുള്ള വിവാഹബന്ധങ്ങൾ നിങ്ങൾക്ക് നിഷിദ്ധമാകുന്നു. ഇനി 4ഉം 5ഉം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ. വ അമ്മാത്തുക്കും വ ഖാലാത്തുക്കും. അമ്മാത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പിതൃ സഹോദരികളാണ്. നമ്മൾ അമ്മായി എന്നല്ല പറയാം. അമ്മത്ത്, അമ്മ എന്ന് പറഞ്ഞാൽ പിതൃവ്യനാണ്. അമ്മത്തോ പിതൃ സഹോദരിയാണ്. ഖാല് എന്ന് പറഞ്ഞാൽ അമ്മാവനാണ്. ഖാലത്തോ അമ്മാവൻ്റെ സഹോദരി ആരാണ്? ഖാലത്ത് അമ്മായി അല്ല, ഇളയമ്മിയാണ്. അപ്പോൾ അത് മനസ്സിലാക്കാം, അറബിയുള്ള സംഗതികൾ മനസ്സിലാക്കണം. അമ്മ എന്ന് പറഞ്ഞാൽ പിതൃവ്യൻ. അമ്മത്ത് ആരാണ്? പിതൃവ്യൻ്റെ സഹോദരി. പിതൃ സഹോദരി ആരായിരിക്കും? നമ്മൾ അമ്മായി എന്ന് പറയും. മനസ്സിലായല്ലോ? അമ്മ പിതൃവ്യൻ, പിതാവിൻ്റെ ജ്യേഷ്ഠനുമാകാം അനിയനുമാകാം. അമ്മത്ത് എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ മൂത്ത സഹോദരിയാകാം, ഇളയ സഹോദരിയാകാം. അവരാണ് ആര്? അമ്മായിമാർ എന്ന് നമ്മൾ പറയുന്നത്. ഖാല് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മാവനാണ്. ഖാല്, അമ്മാവൻ എന്ന് പറഞ്ഞാലാണ് ആരാണ്? അല്ല, ഉമ്മൻ്റെ ആങ്ങള. ഖാലത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ പെങ്ങള്. ഖാല് അപ്പം ആരാണ്? ഇളയമ്മമാണ്. ഖാലാത്ത്. അമ്മാത്തുക്കും വ ഖാലാത്തുക്കും. അപ്പോൾ നിങ്ങളുടെ പിതൃ സഹോദരിമാരെയും മാതൃ സഹോദരിമാരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിവാഹം കഴിക്കൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്നാണ്. അത് എങ്ങനെ എത്ര അകന്നതായാലും ശരി എന്നാണ്. വ ബനാത്തുൽ അഖി വ ബനാത്തുൽ ഉഖ്തി. അതുപോലെ സഹോദരൻ്റെ പെൺമക്കളെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പാടില്ല. സഹോദരിമാരുടെ പെൺമക്കളെയും നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പാടില്ല. ഇതാണ് ശരിക്ക് രക്തബന്ധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിട്ടുള്ള വിവാഹങ്ങൾ. വളരെ ക്ലിയർ അല്ലേ? ഇതൊരു നിലക്കും എന്ത് ചെയ്യാൻ പാടില്ല, വിവാഹം കഴിക്കാൻ പാടില്ലാത്ത ബന്ധങ്ങളാണ് എന്ന് പറഞ്ഞു. ഇനി രണ്ടാമത്തേത് മുലയൂട്ടിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, മുല കുടിച്ച് അങ്ങനെ നമ്മളെ പോറ്റി വളർത്തിയ ഉമ്മമാർ, അവരിലുള്ള സഹോദരന്മാരും സഹോദരികളും അവരും വിവാഹം കഴിക്കൽ നിഷിദ്ധമാക്കപ്പെട്ടവരാകുന്നു എന്നാണ് പറയുന്നത്. അതാണ് അടുത്ത ഭാഗം പറയുന്നത്. നോക്കൂ. വ ഉമ്മഹാതുകുമുല്ലാത്തി അർളഅനകും. നിങ്ങളെ മുലയൂട്ടിയിട്ടുള്ള നിങ്ങളുടെ ഉമ്മമാർ. അപ്പം മുലയൂട്ടുന്നത് പിന്നെ എത്ര കാലം മുലയൂട്ടിയാലാണ് ഈ ബന്ധം സ്ഥാപിതമാവുക എന്നതിനെക്കുറിച്ചൊക്കെ വളരെ സുദീർഘമായ ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെ ലാ തുഹരിമുൽ മസ്സത്തു വൽ മസ്സത്താനി, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു അടിയന്തര സന്ദർഭത്തിൽ ഒരു ഉമ്മ ഒരു കുഞ്ഞിന് ഒരു തവണയോ അല്ലെങ്കിൽ 2 തവണയോ ഒന്ന് മുല വിട്ടുക എന്നതുകൊണ്ട് എന്ത് ചെയ്യൂല, ഈ മുലകുടി, ഈ ബന്ധം അത് സ്ഥാപിതമാവുകയില്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെ വരും. ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ ക്യൂ നിൽക്കുന്ന സന്ദർഭത്തിൽ ഉമ്മ ഡോക്ടറെ അടുത്തേക്ക് പോയിട്ടുണ്ട്, കുട്ടീനെ കൊണ്ടുപോയിട്ടില്ല, കുട്ടി വേറെ ആരോ അരികിലാണ്, ചെറിയൊരു മുല കുടിക്കുന്ന കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുലയൂട്ടാൻ കഴിയുന്നൊരു ഉമ്മ തൽക്കാലം ആ കുട്ടിയുടെ കരച്ചിൽ ശമിക്കാൻ വേണ്ടി ഒരു ആശ്വാസം എന്ന നിലക്ക് ഒരു നേരത്തെ ഒരു മുല കൊടുത്തു നൽകിയ മുലകൊടി ബന്ധം സ്ഥാപിതമാവുകയില്ല. അപ്പോൾ 1 or 2 തവണ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈ ബന്ധം സ്ഥാപിതമാവുകയില്ല എന്ന് ജമാഅത്തുൻ മിനൽ ഉലമാ, പണ്ഡിതന്മാർ ഈ വിഷയത്തെക്കുറിച്ച് വളരെയധികം ചർച്ചകൾ നടത്തിയിട്ടുണ്ടെന്ന്. അതിൽ
അലി റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇമാം ഹസൻ വസ്സുഹുരി വഖത്താദ ഇവരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഈ ആയത്തിൻ്റെ ലാഹിർ പ്രകാരം ഇങ്ങനെ മുലയൂട്ടുന്ന സമ്പ്രദായം പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നിലനിന്നിരുന്ന ആ രീതിയിൽ മുലയൂട്ടപ്പെടുന്ന അവസ്ഥയിൽ മാത്രമേ ഈ നിഷിദ്ധത അത് സ്ഥാപിതമാവുകയുള്ളൂ എന്നതാണ്. അതേപോലെ തന്നെ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ റിളാ ഇല്ലാ മാ കാന ഫിൽ ഹൗലൈൻ. ശരിക്ക് മുലയുടെ കാലമായിക്കൊണ്ട് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എത്രയാണ്? 2 വർഷം മുലയൂട്ടണം, പരിപൂർണമായി 2 വർഷം മുലയൂട്ടണമെന്നാണ്. ആ 2 വർഷം മുല കൊടുക്കുന്ന രീതിയിൽ ഈ സമ്പ്രദായം നടക്കുകയാണെങ്കിൽ മാത്രമേ അത് സ്ഥാപിതമാവുകയുള്ളൂ എന്നും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇമാം ദാറഖുത്നിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു പ്രവാചക വചനമാണിത്. ഇബ്നു അബ്ബാസ് അതേപോലെ മറ്റുള്ളവരുമൊക്കെ തന്നെ ഈ അഭിപ്രായമാണ് ഈ വിഷയത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ സാർവത്രികമായി ഇങ്ങനൊരു സമ്പ്രദായമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യണം? എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങനെയുള്ള ബന്ധം സ്ഥാപിതമായിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് നല്ല ബോധവും ഓർമ്മയും മുലയൂട്ടിയിട്ടുള്ള ഉമ്മമാരെന്ത് ചെയ്യണം? വെച്ച് പുലർത്തണമെന്നാണ്. അപ്പോൾ മുലയൂട്ടുന്ന ഉമ്മമാർ, കാരണം നിഷിദ്ധമായ വിവാഹബന്ധങ്ങൾ സമൂഹത്തിൽ ഒരിക്കലും നടപ്പിലാകുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അതേപോലെ തന്നെ നമ്മുടെ ഓർമ്മയില്ലായ്മ കൊണ്ടോ മറ്റുള്ളവർ നിഷിദ്ധമായ വിവാഹബന്ധങ്ങളിൽ ഏർപ്പെടാവുന്ന ഒരു സാഹചര്യം തടയാൻ അത്തരം ആളുകൾ ശ്രദ്ധിക്കണമെന്നതുകൂടി ഈ ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നോക്കൂ, 3ാമത്തെ ഒരു വിഭാഗമാണ്. അത് വിവാഹബന്ധങ്ങളിലൂടെയുള്ള കുടുംബക്കാരെ കുറിച്ചാണ്. അങ്ങനെ ആരൊക്കെയാണ് നിഷിദ്ധമാകുന്നത് എന്നതാണ്. അപ്പോൾ നമുക്ക് രക്തബന്ധം പറഞ്ഞു. 2ാമത്തെ എന്താണ് പറഞ്ഞത്? മുലയൂട്ടുന്നതിലൂടെ സ്ഥാപിതമാകുന്ന ബന്ധങ്ങളിൽ ആരൊക്കെയാണ് നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞു. ഇനി പറയുന്നത് ഉമ്മഹാതു നിസാഇക്കും, നിങ്ങളുടെ ഭാര്യമാരുടെ മാതാക്കൾ. നമ്മളെന്തായാലും പറയാം മദറിൻലോ അല്ലേ, നമ്മുടെ അമ്മായിമ്മമാർ. അപ്പോൾ നമ്മുടെ ഭാര്യയെ നമ്മൾ വിവാഹമോചനം ചെയ്താലും അവർ നമുക്ക് ആര് തന്നെയാണ്? ഭാര്യ തന്നെയാണ്. ഉമ്മ തന്നെയാണ്. ആ ഉമ്മൂമിയത്തിൻ്റെ മാതൃത്വത്തിൻ്റെ പവിത്രത അപ്പോഴും എന്ത് ചെയ്യുന്നു? ഇസ്ലാം കാത്തു സൂക്ഷിക്കുന്നു. ഭാര്യമാരുടെ മാതാക്കളെ ഒരിക്കലും നിങ്ങൾ വിവാഹം കഴിക്കാൻ പാടില്ല. വ ഉമ്മഹാതു നിസാഇക്കും. 2ാമത്തേത് പറയുന്നത് വറബാഇബുകുമുല്ലാതി ഫീ ഹുജൂരിക്കും മിൻ നിസാഇകുമുല്ലാതി ദഖൽതും ബിഹിന്ന. അല്ലേ? റബീബത്ത് എന്നതിൻ്റെ ബഹുവചനമാണെന്ത്? റബായിബ്. റബായിബ് എന്ന് പറഞ്ഞാൽ വളർത്തുപുത്രിമാർ. നിങ്ങളുടെ വളർത്തുപുത്രിമാരെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പാടില്ല. വളർത്തുപുത്രിമാർ ആരുടെ വളർത്തുപുത്രിമാരാണ്? അല്ലാത്തി ഫി ഹുജൂരിക്കും, അവർ നിങ്ങളുടെ സംരക്ഷണത്തിൽ കഴിയുന്നവരാകുന്നു. നിങ്ങളുടെ സംരക്ഷണത്തിൽ കഴിയുന്ന നിങ്ങളുടെ വളർത്തുപുത്രിമാർ അവരാരുടെ മക്കളാണ്? മിൻ നിസാഇകുമുല്ലാത്തി ദഖൽതും ബിഹിന്ന, നിങ്ങൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ ഭാര്യമാരുടെ വളർത്തുപുത്രിമാർ. നിങ്ങൾ ഒരുമിച്ച് സഹശയനം നടത്തുകയും ഇണചേരുകയും ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഭാര്യമാരുടെ വളർത്തുപുത്രിമാർ, അവർ നിങ്ങളുടെ സംരക്ഷണത്തിലാണ് ഇപ്പോൾ കഴിയുന്നത്. അങ്ങനെയുള്ള കുട്ടികളെയും നിങ്ങൾക്ക് വളർത്തുപുത്രിമാരെയും നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. അല്ലാത്തി ഫി ഹുജൂരിക്കും എന്ന് പ്രത്യേകം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഫഇല്ലം തകൂനു ദഖൽതും ബിഹിന്ന, ഇനി അവരുമായി നിങ്ങൾ സംസർഗത്തിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ,
ആരുമായി? നിങ്ങളുടെ ഭാര്യമാരുമായി നിങ്ങൾ സംസർഗത്തിൽ ഏർപ്പെട്ടിട്ടില്ല. നിങ്ങൾ ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുന്നു, ആ സ്ത്രീക്ക് എന്തുണ്ട്? ഒരു പെൺകുട്ടിയുണ്ട്, അല്ലെങ്കിൽ ഒന്നിലധികം പെൺകുട്ടികളുണ്ട്. മറ്റൊരു ഭർത്താവിൽ അവർക്ക് ഒന്നിലധികം പെൺകുട്ടികളുണ്ട്. നിങ്ങളുടെ സംരക്ഷണത്തിൽ തന്നെയാണ് അവർ കഴിയുന്നത്. എന്നാൽ നിങ്ങൾ വിവാഹം കഴിച്ച ഈ സ്ത്രീയുമായി നിങ്ങൾ സംസർഗത്തിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ പിന്നീട് നിങ്ങൾ ആ സ്ത്രീയെ ഡൈവേഴ്സ് ചെയ്യുന്നു. ആരെ? വിവാഹം കഴിച്ച സ്ത്രീയെ ഡൈവേഴ്സ് ചെയ്യുന്നു. അങ്ങനെയാണ് എങ്കിൽ ആ സ്ത്രീയുടെ വളർത്തുപുത്രിയെ നിങ്ങൾക്ക് പിന്നീട് കല്യാണം കഴിക്കുന്നതിന് വിരോധമുണ്ട്. മനസ്സിലായില്ലേ? ആ സ്ത്രീയുടെ മകൾ. അതെ അതെ, വളർത്തുപുത്രിയാകുമ്പോൾ ഇയാൾക്കുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതെ. അപ്പോൾ നിങ്ങളുടെ വളർത്തുപുത്രിയാണെന്ന് തോന്നാവുന്ന ആ പെൺകുട്ടികളെ നിങ്ങൾക്ക് കല്യാണം കഴിക്കുന്നതിന് വിരോധമില്ല. അതാണ് പ്രത്യേകം ഇവിടെ എടുത്തു പറയുന്നത്. ഫഇല്ലം തകൂനു ദഖൽതും ബിഹിന്ന, നിങ്ങളുടെ വിവാഹം കഴിച്ച നിങ്ങളുടെ ഭാര്യമാരുമായി സംസർഗത്തിൽ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ ഫലാ ജുനാഹ അലൈക്കും, നിങ്ങൾക്ക് അവരെ വിവാഹം കഴിക്കുന്നതിന് യാതൊരു വിരോധവുമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, നിങ്ങൾ ആ മാതാവുമായി ബന്ധം സ്ഥാപിക്കുന്നതോടുകൂടി ഈ കുട്ടി ഈ ഭർത്താവിനെന്തായി? നിഷിദ്ധമായി, സ്വന്തം മകളെപ്പോലെ തന്നെ ആകുന്ന ഒരവസ്ഥയാണ് ഇസ്ലാം നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതിൽ മൂന്നാമത്തേത് പറയുന്നത്, ഒന്ന് നിങ്ങളുടെ ഭാര്യാമാതാക്കൾ, രണ്ടാമത്തേത് ഇതേപോലെ തന്നെ നിങ്ങളുടെ വളർത്തുപുത്രിമാർ, മൂന്നാമത് നിഷിദ്ധമാകുന്നത് വിവാഹബന്ധത്തിലൂടെ നിഷിദ്ധമാകുന്നതാണ് പറയുന്നത്. വഹലായിലു അബ്നായികുമുല്ലദീന മിൻ അസ്ലാബികും. ഹലീലത്ത് എന്നതിൻ്റെ ബഹുവചനമാണെന്ത്? ഹലായിൽ. നേരത്തെ നമ്മൾ റബീബത്തിൻ്റെ ജമ്മാണെന്ത് പറഞ്ഞത്? റബായിബ്. റബായിബ്, ഹലായിൽ. വഹലായിലു അബ്നായികും അല്ലദീന മിൻ അസ്ലാബികും, നിങ്ങളുടെ മുതുകിൽ നിന്ന് തന്നെ പിറന്നിട്ടുള്ള നിങ്ങളുടെ ആൺമക്കളുടെ ഭാര്യമാർ. നിങ്ങളുടെ സ്വന്തം ആൺമക്കൾ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആൺമക്കളുടെ ഭാര്യമാരെ ഒരിക്കലും പിന്നെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പാടില്ല. അതാണ് വഹലായിലു അബ്നായികും അല്ലദീന മിൻ അസ്ലാബികും എന്ന് പറഞ്ഞത്. അപ്പോൾ നോക്കൂ, നിങ്ങൾ യുഹറമു മിനർ റദാഇ മാ യുഹറമു മിനൻ നസബ്, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രക്തബന്ധത്തിൽ നിഷിദ്ധമാകുന്ന എല്ലാ കാര്യങ്ങളും ഏതിലും നിഷിദ്ധമാകുന്നുണ്ട്. ഈ മുലയൂട്ടൽ ബന്ധം മുഖേന സ്ഥാപിതമാകുന്നതിലെല്ലാം തന്നെ നിഷിദ്ധമാകുന്നുണ്ട്. ഇനി നാലാമത്തെ ഒരു വിഭാഗമാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചു തരുന്നത്. അതെങ്ങനെയാണെന്നോ, വഅൻ തജ്മഉ ബൈനൽ ഉഖ്തൈൻ, രണ്ട് സഹോദരിമാരെ ഒരേ സമയത്ത് നിങ്ങൾ ഒരുമിച്ച് കൂട്ടി ഭാര്യമാരാക്കാൻ പാടില്ല. രണ്ട് സഹോദരിമാരെ, ജ്യേഷ്ഠത്തെയും അനിയത്തെയും ഒന്നിച്ച് വിവാഹം കഴിക്കുന്നത് പാടില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള സമ്പ്രദായം ഇസ്ലാമിന് മുമ്പ് ജാഹിലിയ കാലത്ത് നടന്നിരുന്നു എന്നുള്ളത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യമൊക്കെ നിഷിദ്ധമാക്കിയത്. അപ്പോൾ ഇനി ലോകാവസാനം വരെ വിശ്വാസി സമൂഹത്തിന് വിവാഹം വിശുദ്ധമായി തീരുന്ന ബന്ധങ്ങൾ ഏതാണെന്നും വിവാഹം നിഷിദ്ധമായി തീരുന്ന ബന്ധങ്ങൾ എന്താണെന്നും ഒക്കെ വളരെ കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് വിശദീകരിച്ചു തരികയാണ്. അൻ തജ്മഉ ബൈനൽ ഉഖ്തൈൻ. ഒരു സഹോദരി മരിച്ചു എന്ന് വിചാരിക്കാം. ഒരാൾ സ്ത്രീയെ കല്യാണം കഴിക്കുന്നു, തൻ്റെ ഭാര്യ മരിച്ചു, ജ്യേഷ്ഠത്തി മരിച്ചു, അനിയത്തിയുണ്ട്, അവിവാഹിതയായ അനിയത്തി ഉണ്ടെങ്കിൽ മരണാനന്തരം ആ സഹോദരിയെ കല്യാണം കഴിക്കുന്നതിന് എന്തില്ല? വിരോധമില്ല. ഒരേ സമയത്ത് രണ്ട് സഹോദരിമാർ ഒരാളുടെ ഭാര്യമാരായി വരാൻ പാടില്ല, നിലനിൽക്കാൻ പാടില്ല. അതാണ് ഇവിടെയും ഖുർആൻ പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം, ഇല്ലാ മാ ഖദ് സലഫ്, കഴിഞ്ഞതോ കഴിഞ്ഞു പോയതൊഴികെ എന്ന് പറഞ്ഞാൽ ആ ജാഹിലിയ കാലത്തിൽ അങ്ങനെയുള്ള സമ്പ്രദായം നിലനിന്നിരുന്നു. നിങ്ങൾക്ക് ഇനി അത് ഒരിക്കലും ആ ബന്ധം സ്ഥാപിക്കാൻ പാടില്ല.
അതുകൊണ്ടാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഇന്നകും ഇൻ ഫഅൽതും ദാലിക് ഖതഅതും അർഹാമകും. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളെ നിങ്ങൾ മുറിച്ചു കളയുകയാണ് ചെയ്യുന്നത്. ഖതഅതും അർഹാമകും, നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ അത് മുഖേന മുറിച്ചു കളയുകയാണ് ചെയ്യുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ കാന ഗഫൂറർ റഹീമ. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു തരുന്നവനാകുന്നു, അവൻ കരുണാനിധിയുമാകുന്നു എന്ന്. അപ്പോൾ വളരെ ക്ലിയറാണ്. അപ്പോൾ ഇതല്ലാത്ത എല്ലാ ബന്ധങ്ങളും എന്താണ്? അനുവദനീയം. അപ്പോൾ നിഷിദ്ധമായ ബന്ധങ്ങൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇതല്ലാത്ത വൈവാഹിക ബന്ധങ്ങളെ ഇസ്ലാം നമുക്ക് അനുവദിച്ചു തരുന്നു എന്നുള്ളതാണ്. ഈ എല്ലാ കാറ്റഗറിയിലും പെടുന്ന, ഇപ്പം 4 കാര്യങ്ങളാണല്ലോ ഇവിടെ പറഞ്ഞത്, ഈ 4 വിഭാഗങ്ങളിലും പെടുന്ന വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് നിങ്ങൾക്ക് വിരോധമില്ല. ഇനി ഒന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇവിടെ ഒരു ജുസ് തുടങ്ങുകയാണല്ലേ, പുതിയ ജുസ് ആണ്, മുഹ്സനാത്ത് എന്ന ജുസ്. ഇവരൊക്കെ അതെ 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 അതെ, ഒരു സംശയമല്ല കേട്ടോ. വിവാഹബന്ധം നിഷിദ്ധമായവർ എന്ന് അവരെ കുറിച്ച് പറയുന്നത്. മഹറം എന്ന് പറഞ്ഞാൽ എന്താണ്? വിവാഹബന്ധം നിഷിദ്ധമായ ആളുകളാണ് ഇവർ പരസ്പരം. ഇനിയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വൽ മുഹ്സനാതു മിനൻ നിസാഇ ഇല്ലാ മാ മലകത് അയ്മാനുകും കിതാബല്ലാഹി അലൈക്കും وأحل لكم ما وراء ذلكم أن تبتغوا بأموالكم محسنين غير مسافحين فما استمتعتم به منهن فآتوهن أجورهن فريضة ولا جناح عليكم فيما تراضيتم به من بعد الفريضة ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ. ഇനി വൽ മുഹ്സനാത്തു മിനൻ നിസാ. അപ്പോൾ മറ്റുള്ളവരുടെ വിവാഹബന്ധത്തിൽ ഇരിക്കുന്ന സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഭർത്തൃമതികളായ സ്ത്രീകളെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. വേറൊരാളുടെ ഭാര്യയെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. അതാണ് മുഹ്സനാത്ത് എന്ന് പറഞ്ഞത്. വൽ മുഹ്സനാത്തു മിനൻ നിസാ, ഭർത്തൃമതികളായ സ്ത്രീകൾ, അതും നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു? ഹുരിമത്ത് നേരത്തെ പറഞ്ഞില്ലേ, ആയത്തിന്റെ തുടർച്ചയായിക്കൊണ്ടാണ് വാവ്. വൽ മുഹ്സനാത്ത് ഹുരിമത്ത് അൽ മുഹ്സനാത്ത്. ഈ ഭർത്തൃമതികളായ സ്ത്രീകളെ, മറ്റുള്ള ആളുകളുമായി വിവാഹബന്ധത്തിൽ ഇരിക്കുന്ന സ്ത്രീകളെയും നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഇല്ലാ മാ മലകത് അയ്മാനുക്കും, നിങ്ങളുടെ വലങ്കൈകൾ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളെ ഒഴികെ. ഇല്ലാ മാ മലകത് അയ്മാനുക്കും മിനൻ നിസാ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു എങ്ങനെയൊക്കെയാണ് എങ്കിൽ, ഇത് കിതാബല്ലാഹ്, അള്ളാഹുവിൻ്റെ നിയമമാകുന്നു ഇത്. ഇവിടെ കിതാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിയമം എന്നാണ്. ഖതബ, കുത്തിബ എന്നൊക്കെ പറഞ്ഞാൽ അറബിയിൽ നിയമമാക്കി എന്നർത്ഥം കൂടിയുണ്ട്. നോമ്പിനെ കുറിച്ച് പറഞ്ഞെടുത്ത് അല്ലാഹു എന്താ പറയുന്നത്? യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കും അസ്വിയാം. സത്യവിശ്വാസികളെ, നോമ്പ് അള്ളാഹു നിങ്ങളുടെ മേൽ നിയമമാക്കിയിരിക്കുന്നു. അതാണ് ഇവിടെ കിതാബല്ലാ എന്ന് പറയുന്നത്. ഇതെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ നിയമമാക്കി വെച്ചിട്ടുള്ളതാകുന്നു. വഉഹില്ല ലക്കും, എന്നാൽ നിങ്ങൾക്ക് ഹലാലാക്കി തന്നിട്ടുണ്ട്. മാ വറാഅ ദാലിക്കും, അതിനപ്പുറത്തുള്ള ഈ പറഞ്ഞ നിഷിദ്ധമാക്കപ്പെട്ട സ്ത്രീകളല്ലാത്ത എല്ലാ സ്ത്രീകളെയും അല്ലാഹു നിങ്ങൾക്ക് അനുവദനീയമാക്കിയിട്ടുണ്ട് എന്നാണ്. വറാഅ ദാലിക് എന്ന് പറഞ്ഞാൽ അതിനപ്പുറമുള്ളത് എന്ന് പറഞ്ഞാൽ ഈ നിഷിദ്ധമായ സ്ത്രീകളല്ലാത്ത എല്ലാ സ്ത്രീകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹം കഴിക്കുന്നതിന് നിങ്ങൾക്ക് ഹലാലാക്കി തന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളെ കൂടി ഈ ആയത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നു. അന്തബ്തഗൂ ബിഅംവാലിക്കും, നിങ്ങൾ
അവരെ തേടുന്നത് എങ്ങനെയായിരിക്കണം? ബി അംവാലിക്കും, നിങ്ങൾ അവർക്ക് നിങ്ങളുടെ സമ്പത്ത് കൊണ്ടായിരിക്കണം നിങ്ങൾ അവരെ തേടേണ്ടത് എന്നാണ്. 3 കാര്യം. ഒന്നിവിടെ നിങ്ങൾ വൈവാഹിക ജീവിതം ലക്ഷ്യമാക്കുന്ന അവസ്ഥയിലായിരിക്കണം. രണ്ടാമത്തേത് നീചവൃത്തി ആഗ്രഹിക്കാത്ത അവസ്ഥയിലായിരിക്കണം. 2 നിബന്ധന കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല വെക്കുന്നുണ്ട്. അതാണ് മുഹ്സിനീന ഗൈറ മുസാഫിഹീന. അപ്പം നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് എന്നതുകൊണ്ട്, ധനം കൊണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വിവാഹ സമയത്ത് ആർക്കാണ് ചെലവ്? ശരിക്ക് പണത്തിൻ്റെ ചെലവ് വിവാഹത്തിൻ്റെ സമയത്ത് ആർക്കാണ്? ഭർത്താവിന്. അതിൽ ഒന്നാമതായി വിവാഹം സാധുവാകണമെങ്കിൽ എന്ത് വേണം? വാത്തുൻ നിസാ സ്വദുഖാത്തിഹിന്ന നിഹില. സ്ത്രീകൾക്ക് പാരിതോഷികമായി അവരുടെ വിവാഹ മൂല്യം നിങ്ങൾ നൽകണമെന്നാണ്. സ്വദുഖാത്ത് എന്ന് പറഞ്ഞാൽ മഹറാണ്. മഹർ നിങ്ങൾ അവർക്ക് വിവാഹ മൂല്യം എന്ന നിലക്ക് നൽകണം, പാരിതോഷികമായി നൽകണമെന്നാണ് പറയുന്നത്. അത് നിങ്ങളുടെ സമ്പത്തിൽ നിന്നാണ് കൊടുക്കേണ്ടത്. വിവാഹത്തിൻ്റെ എല്ലാ ചെലവും വഹിക്കേണ്ടത് ആരാണ്? പുരുഷന്മാരാണ്. അതുകൊണ്ടാണ് അൻതബ്തഗൂ ബി അംവാലിക്കും, നിങ്ങളുടെ സ്വത്ത് എന്ന് പറഞ്ഞത്. ഭാര്യൻ്റെ സ്ത്രീധനം കിട്ടിയിട്ട് ചിലവഴിക്കാം, അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ എടുക്കാം, സ്വർണ്ണമൊക്കെ വാങ്ങാം എന്ന് വിചാരിച്ച് നിങ്ങൾ നിൽക്കേണ്ടതില്ല. അവരിൽ നിന്ന് ഇങ്ങോട്ട് ഒരിക്കലും വിവാഹവേളയിൽ സമ്പത്ത് നിങ്ങൾ ആഗ്രഹിക്കാനോ കൊതിക്കാനോ പാടില്ല. ഈ കാര്യങ്ങളിലെല്ലാം ചെലവഴിക്കേണ്ടത് നിങ്ങളുടെ സമ്പത്താണ്. അതാണ് വഉഹില്ലലക്കും മാ വറാഅ ദാലിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വിവാഹത്തിൽ നിങ്ങൾക്ക് അല്ലാഹു അനുവദനീയമാക്കി തരുന്നത്, ഹലാലാക്കി തരുന്നത് അൻതബ്തഗൂ ബി അംവാലിക്കും, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് നിങ്ങൾ അവരെ എന്ത് ചെയ്യണം? ആഗ്രഹിക്കണം, തേടണം എന്നാണ്. സമ്പത്ത് നൽകിക്കൊണ്ട് നിങ്ങൾ അവരെ തേടുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹലാലാക്കി തന്നിരിക്കുന്നു. ഈ വിവാഹബന്ധത്തിൽ 2 കാര്യങ്ങൾ പരിഗണിക്കണം. ഒന്ന് മുഹ്സിനീന ഗൈറ മുസാഫിഹീൻ, നിങ്ങൾ എങ്ങനെയുള്ളവരായിരിക്കണം? വൈവാഹിക ജീവിതം ലക്ഷ്യം വെച്ചുകൊണ്ട് വിവാഹം കഴിക്കുന്നവരായിരിക്കണം. വേറെ ദുരുദ്ദേശമൊന്നും എന്തിനുണ്ടാകാൻ പാടില്ല? വിവാഹത്തിന് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ പല ഉദ്ദേശങ്ങൾക്കും ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? വിവാഹം കഴിക്കേണ്ട മനുഷ്യൻ. ഒന്നാമത് സാമ്പത്തികമായ ഉദ്ദേശം, വേറെ മറ്റു പല സംഗതികളും അതിനു വേണ്ടിയൊക്കെ മനുഷ്യൻ വിവാഹം കഴിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞത് മുഹ്സിനീൻ, വൈവാഹിക ജീവിതം ലക്ഷ്യം വെച്ചുകൊണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിത വിശുദ്ധിയെ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നിങ്ങളുടെ വിവാഹം. മനുഷ്യൻ്റെ പരസ്യ ജീവിതം പോലെ തന്നെ വിശുദ്ധമാകണം അവൻ്റെ രഹസ്യ ജീവിതവും അവൻ്റെ സ്വകാര്യ ജീവിതവും. അതുകൊണ്ടാണ് അള്ളാഹു ഇങ്ങനെ പറയുന്നത്. ഗൈറ മുസാഫിഹീന, നീചവൃത്തി ആഗ്രഹിക്കുന്നവരാകരുത് നിങ്ങൾ എന്നാണ്. മുസാഫിഹീൻ, നീചവൃത്തി ആഗ്രഹിക്കുക. വിവാഹം കഴിച്ചിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അതൊരു വരുമാനമായി സ്വീകരിക്കാം എന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരിക്കലും വിവാഹബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. നിങ്ങളുടെ ശാരീരികവും ആത്മീയവും പാരത്രികവുമായ നേട്ടത്തിന് വേണ്ടിയായിരിക്കണം നിങ്ങളുടെ വിവാഹം എന്ന് കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മളെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ക്ലിയർ ആണല്ലോ? മുഹ്സിനീന ഗൈറ മുസാഫിഹീന. പറഞ്ഞോളി. അതെ, ഒന്നും കണ്ടിട്ടാകരുത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സുരക്ഷയും സുരക്ഷിതത്വവും വൈവാഹിക ജീവിതം മാത്രം ലക്ഷ്യം വെക്കുന്ന അവസ്ഥയിലുമായിരിക്കണം വിവാഹം. മറ്റതൊക്കെ അതിന് പറഞ്ഞതിനപ്പുറത്താണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്ക് വിവാഹ ജീവിതത്തിൽ ബർക്കത്തുണ്ടാകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അതിൽ ഇങ്ങനെയുള്ള നല്ല ലക്ഷ്യങ്ങളാണ് വെക്കേണ്ടത് എന്നാണ്. ഫമസ്തംതഅ്തും ബിഹിന്ന. ഇനി ഇവിടെ അള്ളാഹു പറയുന്നു, നിങ്ങളിനി അവരുമായി സുഖമനുഭവിച്ചു കഴിഞ്ഞുകൂടിയാൽ, ഫമസ്തംതഅ്തും ബിഹി മിൻഹുന്ന, കേട്ടോ, ഫമസ്തംതഅ്തും ബിഹി മിൻഹുന്ന, അങ്ങനെ അവരിൽ നിന്ന്, നിങ്ങളുടെ ഇണകളിൽ നിന്ന് നിങ്ങൾ സുഖം അനുഭവിച്ചു കഴിഞ്ഞാൽ, ഇസ്തംതിഉ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ഫആതൂഹുന്ന ഉജൂറഹുന്ന ഫരീള, അവർക്കുള്ള ഉജൂർ,
അവരുടെ മഹറുകൾ, വിവാഹ മൂല്യം നിങ്ങൾ അവർക്ക് നൽകണം. അത് ഫരീള എന്താകുന്നു? ഒരു നിർബന്ധ ബാധ്യത എന്ന നിലക്ക് നിങ്ങൾ അവർക്ക് നൽകേണ്ടതാണ് എന്ന്. അപ്പോൾ അതിൽ കടം പറയരുത്. ഏതിൽ? മഹറിൻ്റെ കാര്യത്തിൽ. മയ്യത്തെടുക്കുന്നതിൻ്റെ മുമ്പ് പിന്നെ മഹർ തീർക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അങ്ങനെ മഹർ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നുള്ള രീതി അങ്ങനെയല്ല. അതവർക്ക് എന്ത് ചെയ്യണം? നിങ്ങൾ കൊടുക്കുക തന്നെ വേണം എന്നതാണ്. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, എത്രയാണ് മഹർ എന്നുള്ളതിന് നിങ്ങൾ ഒരിക്കലും പരിധി നിശ്ചയിക്കാൻ പാടില്ല എന്നുള്ളൊരു ആയത്തിന് മുമ്പ് കഴിഞ്ഞു പോയില്ലേ? എത്രയാണ് അതിൽ പറഞ്ഞത്? വാത്തൈത്തു മിഹിദാഹുന്ന ഖിൻതാറൻ എന്ന് പറഞ്ഞല്ലോ. വാത്തൈത്തു മിഹിദാഹുന്ന ഖിൻതാറൻ ഫലാ തഖുദു മിൻഹു ഷൈഅൻ. സ്ത്രീകൾക്ക് മഹറായി ഒരു കൂമ്പാരം തന്നെ നിങ്ങൾ കൊടുത്താലും അതിൽ നിന്ന് ഒരിക്കലും നിങ്ങൾ തിരിച്ചു വാങ്ങാൻ പാടില്ല എന്നാണ്. അതുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ നടന്നത് വരെയുണ്ട്. ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ഇങ്ങനെ സ്ത്രീകൾ അധികമായി മഹർ ചോദിക്കുന്നത് കൊണ്ട് ചെറുപ്പക്കാരായ യുവാക്കളായ ആളുകൾക്ക് വിവാഹം കഴിക്കുന്നത് കുറച്ച് പ്രയാസകരമായി തോന്നി. മഹറുണ്ടാക്കണ്ടേ? അങ്ങനെ ചെറുപ്പക്കാരായ ആൾക്കാർ പുര നിറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യം വന്നു. ഇന്ന് സ്ത്രീകളാണല്ലോ. അപ്പോൾ കല്യാണം കഴിക്കാൻ സ്ത്രീധനം കൊടുക്കാൻ കഴിയാതെ ഉമ്മയും ഉപ്പയൊക്കെ ബുദ്ധിമുട്ടുന്ന സാഹചര്യം ആണല്ലോ ഇവിടെ. നേരെ മറിച്ച് അന്ന് അങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? മിമ്പറിൽ വെച്ചു നഹാ ഉമർ റളിയല്ലാഹു അൻഹു അൻ യുസാദ ഫി സിദാഖി അലാ 400 ദിർഹം. 400 ദിർഹമിലധികം നീ ആരും എന്ത് ചെയ്യാൻ പാടില്ല? മഹർ ചോദിക്കാൻ പാടില്ല സ്ത്രീകൾ എന്ന് പറഞ്ഞു. കാരണം അത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ യുവാക്കളായ ആളുകൾക്ക് വല്ലാതെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് ഖുതുബയിൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് ഖുറൈശികളിൽപ്പെട്ട ഒരു വനിത ഉമർ റളിയല്ലാഹു അൻഹുവിനെ തടഞ്ഞു നിർത്തി പറഞ്ഞു എന്നാണ്. ഫഅതറലതുഹു ഇംറഅത്തു മിൻ ഖുറൈശ് ഫഖാലത്ത്, ഇങ്ങനെ പറയുന്നുണ്ട്, അമാ സമീഅത്തല്ലാഹ യഖൂൽ അമീറുൽ മുഅ്മിനീൻ, അള്ളാഹു പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞു. ഈ ആയത്താണ് ഓതുന്നത്. വാതൈതു മിഹ്ദാഹുന്ന ഖിൻതാറ, നിങ്ങളൊരു കൂമ്പാരം തന്നെ അവർക്ക് മഹറായി കൊടുത്താലും അതിൽ നിന്ന് നിങ്ങൾ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുമ്മ അഫ്വൻ, അല്ലാഹുവേ എന്നോട് പൊറുക്കണം. കുല്ലുന്നാസി അഫ്ഖഹു മിൻ ഉമർ, എല്ലാ ജനങ്ങളും ഉമറിനേക്കാൾ ദീനിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്ന ആളാണ്. അഖ്ത ഉമർ വഅസാബത്ത് തിൽക്കൽ മർഅ, ഉമറിന് തെറ്റുപറ്റി, ആ സ്ത്രീ പറഞ്ഞതാണ് ശരി. സുമ്മ റജഅ ഫറകിബൽ മിമ്പറ, അപ്പോൾ ഖുതുബ കഴിഞ്ഞതിന് ശേഷമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഈ കാര്യത്തെ ബോധിപ്പിച്ചത്. അദ്ദേഹം രണ്ടാമത് എന്ത് ചെയ്തു? മിമ്പറിൽ കയറി ഇങ്ങനെ പറഞ്ഞു എന്നാണ്. ഫഖാല ഇന്നി കുന്തു നഹൈതുകും അൻ തസീദു ഫീ സിദാഖിഹിന്ന അലാ 400 ദിർഹം, നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു 400 ദിർഹമിലധികം നിങ്ങൾ മഹർ ചോദിക്കരുതെന്ന് പറഞ്ഞിരുന്നു. ഫമൻ ഷാ അൻ യുഅ്തിയ മിൻ മാലിഹി ഫലഹു മാ അഹബ്ബ, അതുകൊണ്ട് സ്വത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ര നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചോദിക്കാം. അത് ഉദ്ദേശിച്ചത്ര ആളുകൾക്ക് കൊടുക്കുന്നതിനും വിരോധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അത് തിരുത്തിയെന്നാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഈ മഹർ എന്നുള്ളത് ഇസ്ലാം വിവാഹം സാധുവാകാൻ നിശ്ചയിച്ചിട്ടുള്ള നിബന്ധനയിൽപ്പെട്ട ഒന്നാണ് എന്ന് മാത്രമല്ല, അത് ഫരീളത്തായ ഒരു കാര്യമാണ്, നിർബന്ധ ബാധ്യതയും കൂടിയാണ്, അത് കൊടുക്കണം. അതുകൊണ്ട് മഹർ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്തോളെ? ചോദിച്ചു വാങ്ങിക്കോളെ. ഇനി ഇടപാടിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്ന പ്രശ്നം അതിലില്ല എന്ന് കൂടി പറയണം. അപ്പം ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നോക്കൂ നിങ്ങൾ. സ്ത്രീകളുടെ സുരക്ഷിതത്വം, അവർക്ക് വിവാഹ ദിവസം ഒരു പ്രത്യേകമായ ആദരവും അംഗീകാരവും സ്ഥാനവും ഒക്കെ ഉണ്ട്. സ്ത്രീകളാണ് ശരിക്ക് വിവാഹ സുദിനത്തിൽ ഹീറോ ആയി നിൽക്കേണ്ടത് ആരാണ്? ആണോ പെണ്ണോ? പെണ്ണിനാണ്. വിവാഹം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ
പാരിതോഷികം നൽകി മഹർ നൽകി ആദരിക്കുന്ന വേദിയാണ് വിവാഹവേദി എന്നാണ് ഇസ്ലാമിയായത്തിലൂടെയൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് മുഴുവനായിട്ടില്ല കേട്ടോ, അവിടെ പുഷ്ടപ്പെടുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സ്വാഭാവികമായും മനുഷ്യന്മാരാണ്, വിവാഹമൊക്കെ കഴിച്ചിങ്ങനെ ജീവിതം തുടങ്ങിയാൽ പല പ്രശ്നങ്ങളും മനുഷ്യന്മാർക്കുണ്ടാകും. വലാ ജുനാഹ അലൈക്കും, എന്നാൽ ഇനി നിങ്ങളുടെ മേൽ കുറ്റമില്ല. ഫീമാ തറാലൈതും ബിഹി മിൻ ബഅദിൽ ഫരീള, അപ്പോൾ നിർബന്ധ ബാധ്യതയാകുന്ന ഈ വിവാഹമൂല്യം നിശ്ചയിച്ച് അത് നൽകിയതിന് ശേഷം നിങ്ങൾ അന്യോന്യം, അതെ മഹർ നൽകിയതിന് ശേഷം ഫീമാ തറാലൈതും ബിഹി എന്നാണ്, നിങ്ങൾ അന്യോന്യം തൃപ്തിപ്പെട്ട് അതിൽ വല്ല വിട്ടുവീഴ്ചയും ചെയ്യുന്നതിന് എന്തില്ല, നിങ്ങൾക്ക് വിരോധമില്ല. ഇനി മഹറിൽ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സഹായിക്കണം എന്നുള്ള ഒരു സാഹചര്യം വരികയാണെങ്കിൽ ഭാര്യയ്ക്ക് കൊടുക്കുന്നതിനും വിരോധമില്ല. അതൊക്കെ അങ്ങോട്ടുള്ള പരസ്പര തൃപ്തിയുടെയും അതേപോലെ തന്നെ വിട്ടുവീഴ്ചയുടെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും. നിർബന്ധമായിട്ടും അത് വേണമെന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചു കൊണ്ടുപോകാനൊന്നും പാടില്ല, അത് നിങ്ങൾക്ക് അവകാശമില്ല. നിങ്ങളിങ്ങനെ പരസ്പരം തൃപ്തിയോടുകൂടി അന്യോന്യം അത് കൈമാറുന്നതിനോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനോ ഒന്നും വിരോധമില്ല എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ, നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളും അറിയുന്നവനും അവൻ യുക്തിമാനുമാകുന്നു. അപ്പോൾ നോക്കൂ, നിങ്ങൾ എത്രത്തോളം കൃത്യമായി വ്യക്തമായി കുടുംബജീവിതത്തിൻ്റെ സുഗമമായ മുന്നോട്ട് പോക്കിന് വേണ്ടി അതിൻ്റെ പരസ്പരം സ്നേഹത്തിലും അംഗീകാരത്തിലും ആദരവിലുമൊക്കെ ഇണജീവിതം നയിക്കുന്നതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെയൊക്കെ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഇനി وَمَنْ لَمْ يَسْتَطِعْ مِنْكُمْ طَوْلًا أَنْ يَنْكِحَ الْمُحْصَنَاتِ الْمُؤْمِنَاتِ فَمِمَّا مَلَكَتْ أَيْمَانُكُمْ مِنْ فَتَيَاتِكُمُ الْمُؤْمِنَاتِ. ഇതുകൂടി ഇസ്ലാം ഒരു പ്രായോഗികമായ മതമാണ് എന്നുള്ളത് കൊണ്ടും അതേപോലെ തന്നെ ഇസ്ലാം ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് സുഖജീവിതം നൽകാൻ വേണ്ടി ഇറക്കിയിട്ടുള്ള ജീവിതഗന്ധിയായ ഒരു ആദർശമാണ് എന്ന നിലക്കും പറയാനുള്ള കാര്യങ്ങളൊക്കെ ആര് പറഞ്ഞു വെക്കുന്നുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ സൃഷ്ടിച്ചതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. മനുഷ്യൻ്റെ ജീവിതത്തിൽ അത് അവൻ്റെ വ്യക്തി ജീവിതമാകട്ടെ, കുടുംബജീവിതമാകട്ടെ, അവൻ്റെ വൈവാഹിക ജീവിതമാകട്ടെ, ദാമ്പത്യ ജീവിതമാകട്ടെ, എന്തെന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ആർക്കറിയാം? അള്ളാഹുവിനറിയാം. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാഹു ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയുന്നവനും അവൻ യുക്തിമാനുമാണ് എന്നുകൂടി പറയുന്നു. ഇനി നിങ്ങളിൽ ആർക്കെങ്കിലും വമൻ ലം യസ്തതി മിൻകും തൗലൻ അൻ യൻകിഹൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്ത്, വിശ്വാസിനികളായ പതിവ്രതകളായ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് അങ്ങനെ കഴിക്കാൻ സാധ്യമാകാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ, വമൻ ലം യസ്തതി മിൻകും, നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും സാധിക്കുന്നില്ല എങ്കിൽ, ഇസ്തതി എന്ന് പറഞ്ഞാൽ എന്താ? സാധിച്ചു. തൗലൻ, തൗല് എന്ന് പറഞ്ഞാൽ ശരിക്കൽ ഗിന എന്നാണ്. എന്തിനാലാണ് സാധ്യമാകാത്തത്? സാമ്പത്തികമായ ശേഷി ഇല്ലാത്തതിനാൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവുകയാണ് എങ്കിൽ, ഐ യൻകിഹൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്ത്, പതിവ്രതകളായ വിശ്വാസിനികളായ സ്ത്രീകളെ കല്യാണം കഴിക്കണമെങ്കിൽ എന്ത് കൊടുക്കണം എന്നപ്പോൾ നേരത്തെ പറഞ്ഞത്? മഹറാണ് കൊടുക്കേണ്ടത്, ഡൗറി അല്ല, മഹറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ മഹർ കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയാത്ത, മഹർ എത്ര ചെറിയ സംഗതിയാണെങ്കിലും കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മഹർ എത്ര വലിയതും ആകാം, എന്നാലോ എത്ര കഴിയുന്നത് നിങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആവശ്യത്തിന് അവരാവശ്യപ്പെടുന്നതിനനുസരിച്ചാണത്. അതിൽ നിങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ ഫമിമ്മാ മലക്കത്ത് ഐമാനുക്കും, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവാദം നൽകുന്നു, നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ മിൻ ഫതയാത്തിക്കുമുൽ മുഅ്മിനാത്ത്,
വിശ്വാസിനികളായ നിങ്ങളുടെ അടിമ സ്ത്രീകളെ. അമത്ത് ഇമാ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഫത്തയാത്ത് എന്ന് പറഞ്ഞ യുവതികൾ എന്നാണ്. ഫിത്തിയത്ത് എന്നുള്ളത് ഫത്ത എന്നതിൻ്റെ ബഹുവചനമാണെന്ത്? ഫിത്തിയത്ത് എന്നുള്ളത്. സ്ത്രീലിംഗമല്ല കേട്ടോ. ഫത്ത ഫിത്തിയത്താണ്. സൂറ കഹ്ഫിൽ വന്നിട്ടില്ലേ, ഇന്നഹും ഫിത്തിയത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. ഫത്ത എന്ന് പറഞ്ഞാൽ യുവാവ്, അതിൻ്റെ ബഹുവചനാണെന്ത്? ഫിത്തിയത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഫിത്തിയത്ത്, ഇന്നഹും ഫിത്തിയത്ത്. ഫത്ത എന്ന് പറഞ്ഞിട്ടുണ്ട്. യദ്കുറുഹും ഫത്തൻ യുഖാലു ലഹു ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അവർ നാട്ടുകാർ പറഞ്ഞതായി പറയുന്ന കാര്യം ഖുർആൻ കോട്ട് ചെയ്തപ്പോൾ പറയുന്നുണ്ട്. യദ്കുറുഹും ഫത്തൻ, ഒരു ചെറുപ്പക്കാരനെ കുറിച്ച് പറയുന്നുണ്ട്. യുഖാലു ലഹു ഇബ്രാഹിം, രണ്ടും വന്നിട്ടുണ്ട്. ഇവിടെ ഫിത്തിയത്ത് എന്നതിൻ്റെ ബഹുവചനമായിട്ട് എന്തുകൂടി വരുന്നുണ്ട്? ഫത്തയാത്താണ്, ഫിത്തിയത്തല്ല. ഫിത്തിയത്ത് എന്ന് പറയുമ്പോൾ എന്തായി? ജമ്മായി. ബി ഫത്ഹിൽ ഫായി കേട്ടോ. ഫത്തയാത്തിക്കുമുൽ മുഅ്മിനാത്ത്, വിശ്വാസിനികളായ നിങ്ങളുടെ അടിമ സ്ത്രീകളെ നിങ്ങൾക്ക് വെളുക്കുന്നതിന് വിരോധമില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇനി നോക്കൂ, ഇവിടെ അടിമ സ്ത്രീകൾ എന്നുള്ളതിനാണ് ഖുർആൻ എന്ത് പ്രയോഗിച്ചിട്ടുള്ളത്? വഅബ്ബറ അനിൽ ഇമായി ബിൽ ഫത്തയാത്തി തക്രീമൻ ലഹുന്ന വ ഇർഷാദൻ ലനാ ഇലാ അല്ലാ നുനാദി ബിൽ അബ്ദി വൽ അമത്ത് എന്നാണ്. അപ്പോൾ അടിമ എന്നുള്ള അബ്ദ് എന്ന പദം, അത് അമത്ത് എന്ന പദം ഉപയോഗിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരു ആദരവ് കൽപ്പിച്ചുകൊണ്ടാണ് ഏത് പദം ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്? ഫത്തയാത്ത് എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളത് എന്നതാണ് കേട്ടോ. ഫത്തയാത്ത് എന്ന പദമാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അബിൽ ലഫ്ലിൽ ഫത്ത വൽ ഫത്താത്ത്. അപ്പോൾ ഫത്തയാത്ത് എന്നതിൻ്റെ ഏകവചനം എന്താണ്? ഫത്താത്ത്. ഫത്താത്ത്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ നമുക്ക് കാണാൻ കഴിയും, ലാ യഖൂലന്ന അഹദുക്കും അബ്ദി അമത്തി. നിങ്ങൾ ഒരിക്കലും എൻ്റെ അബ്ദ് അമത്തി എന്ന് പറയരുത്. അടിമ എന്ന നിലക്ക് എന്ത് ചെയ്യാൻ പാടില്ല? നിങ്ങൾ അവരെ നിങ്ങളുടെ അടിമ സ്ത്രീകളാണെങ്കിലും അത് പുരുഷന്മാരാണെങ്കിലും സംബോധന ചെയ്യാൻ പാടില്ല. വലാ യഖുലിൽ മംലൂക്ക് എന്നും നിങ്ങൾ പറയാൻ പാടില്ല. പിന്നെയോ റബ്ബി എന്നും ഒന്നും പറയാൻ പാടില്ല. ല യഖുൽ അൽ മാലികു ഫത്തായ വ ഫത്താത്തി. അപ്പോൾ ഈ അടിമകളെ ഉടമപ്പെടുത്തുന്ന ആള് പറയേണ്ടത് ഫത്തായ വ ഫത്താത്തി എന്നാണ്. വൽ യഖുലിൽ മംലൂക്ക് സയ്യിദി വ സയ്യിദത്തി. ഉടമയായ ആള് പറയേണ്ടത് സയ്യിദാണ്, സയ്യിദത്ത് എന്നാണെന്നാണ്. ഫ ഇന്നക്കുമുൽ മംലൂക്കൂന വ റബ്ബു ഹുവല്ലാഹു അസ്സ വജൽ. ശരിക്കും ഇപ്പോൾ ഈ കഫീൽമാർക്കൊക്കെ റബ്ബ് അർബാബ് എന്നൊക്കെ പറയുന്ന രീതിയുണ്ട്. കൊളോക്കിയൽ ഭാഷയിലാണെങ്കിലും നമ്മുടെ അർബാബാണെന്നൊക്കെ പറയുന്നില്ലേ, ആ പദം അങ്ങനെ പദങ്ങൾ പ്രയോഗിക്കുന്നത് വരെ സൂക്ഷ്മത പാലിക്കണമെന്നാണ്. റബ്ബ് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. റബ്ബിൻ്റെ പ്ലൂരലാണ് അർബാബ്. ഒരാളെ തന്നെ എന്ത് പറയുന്നു? ഒരു കഫീലിനെ തന്നെ അർബാബാണെന്ന് പറയും, ഒരാളെ തന്നെ. അപ്പോൾ ശരിക്കും റബ്ബിന് പ്ലൂരലില്ല, അർബാബ്. അർബാബ് മുത്തഫരിഖൂന ഖൈർ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ എന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ വെച്ച് തൻ്റെ സഹജയിലാളികളോട് ചോദിച്ച ചോദ്യമായിട്ട് ഖുർആൻ സൂറത്ത് യൂസുഫിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പദപ്രയോഗത്തിൽ വരെ എന്ത് ചെയ്യണം? നമ്മൾ സൂക്ഷ്മത പുലർത്തണം. പഠിച്ചോൻ അത് സൂക്ഷ്മത പുലർത്തിയിട്ടുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇഖ്വാനുക്കും ഖബലുക്കും ജഅലക്കുമുല്ലാഹു തഹ്ത ഐദീക്കും. നിങ്ങളുടെ കീഴിലുള്ള ഭൃത്യന്മാരായ ആളുകൾ, അടിമകളായ ആളുകൾ നിങ്ങളുടെ സഹോദരങ്ങളാണ്. ജഅലക്കുമുല്ലാഹു തഹ്ത ഐദീക്കും. അള്ളാഹു നിങ്ങളുടെ ഉടമസ്ഥതയിൽ അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നേ എന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന അതേ ഭക്ഷണത്തിൽ നിന്ന് അവർക്ക് കൊടുക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് അതേ വസ്ത്രം തന്നെ ആർക്കും കൊടുക്കണം? നിങ്ങളുടെ തൊഴിലാളികൾക്ക് കൊടുക്കണം. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ തൊഴിലാളികൾക്ക് കൊടുക്കണം. നമ്മളങ്ങനെ കൊടുക്കുന്നുണ്ടോ?
ഇങ്ങനെ കൊടുക്കണം. നമ്മുടെ വീട്ടിൽ വെക്കുന്ന ഭക്ഷണം തന്നെയായിരിക്കണം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായിരിക്കണം നമ്മുടെ വൃത്യന്മാർക്കും തൊഴിലാളികൾക്കും നമ്മൾ കൊടുക്കേണ്ടത്. ഡ്രസ്സ് ആണെങ്കിലും ഒരേപോലെ. ഓക്കെ നിങ്ങൾ അപ്പോൾ നോക്കൂ, ഉടമസ്ഥൻ ഇട്ട് അതേ ഡ്രസ്സ് തന്നെ ആർക്കും കൊടുക്കണം? തൊഴിലാളികൾക്കും കൊടുക്കണം. തൊഴിലാളികളൊക്കെ ശ്രദ്ധിച്ചോളൂ കേട്ടോ. മാത്രമല്ല, അവരെന്തെങ്കിലും തൊഴിലിൽ ഏർപ്പെടുകയാണെങ്കിൽ അവരെ തൊഴിലിൽ നിങ്ങൾ സഹായിക്കുകയും ചെയ്യണം. ഒരു ലോഡ് ഏറ്റി കൊണ്ടുപോകുക എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു ചാക്കൊക്കെ തലയിൽ വെക്കുകയാണെങ്കിൽ അതൊക്കെ പിടിച്ചു കൊടുക്കണം. അങ്ങനെയൊക്കെയുള്ള ഒരു പിന്നെ വണ്ടി തള്ളിക്കൊണ്ടുപോവുകയാണെങ്കിൽ അത് അവർക്ക് എന്ത് ചെയ്യണം? വലിച്ചു കൊണ്ടുപോകുമ്പോൾ അതിനെ തള്ളിക്കൊടുത്തതിനെ സഹായിക്കണം. ഇതൊക്കെ ഇസ്ലാം അടിമകളുമായി അല്ലെങ്കിൽ ഭൃത്യന്മാരുമായി ഇടപഴകുന്നതിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള അതിൻ്റെ ആദാബുകളാണ്, കീഴ്വഴക്കങ്ങളാണ്. അപ്പോഴേ ഇസ്ലാം എന്ത് ചെയ്യണുള്ളൂ? പൂർത്തിയാകുന്നുള്ളൂ എന്നൊക്കെയാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വല്ലാഹു അഅലമു ബിഈമാനിക്കും. നിങ്ങളുടെ ഈമാനിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു. നമുക്ക് എത്ര ഈമാൻ ഉണ്ട് എന്ന് ഈമാൻ അളക്കാനുള്ള വല്ല മാപിനിയും നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. എന്നാലും ചില കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഈമാൻ ഉണ്ടോ എന്ന് അളക്കാനുള്ള ഒരു സംഗതി എന്താണ്? അമലുകൾ നമുക്ക് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി. അമലുകൾ കൂടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കൂടുന്നുണ്ട്? ഈമാന് കൂടുന്നുണ്ട്. അല്ല, ഈമാന് യസീദു വയൻഖുസ്. ഈമാൻ അത് വർദ്ധിക്കുകയും ചെയ്യും, അത് കുറയുകയും ചെയ്യും. അപ്പോൾ ഈമാൻ ഉണ്ട് എന്ന് നമുക്കൊരു ആത്മസംതൃപ്തി കിട്ടണമെങ്കിൽ, നമ്മൾ നമ്മളെക്കുറിച്ചുള്ള ഒരു ആത്മപരിശോധന നടത്തുന്നു എങ്കിൽ, ഇല്ല എനിക്ക് ഈമാനൊക്കെ ഉണ്ട് എന്ന് ബോധ്യമാകണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ അമലുകൾ ധാരാളമായി വർദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഫർള് നിസ്കാരത്തിന് ഇപ്പോൾ 5 നേരം നമ്മൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കുകയാണെങ്കിലും അതിന് ശേഷമുള്ള ചില സുന്നത്തായ കാര്യങ്ങൾ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടില്ലേ? അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുലർത്തുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ട്? ഈമാൻ ഉണ്ട്. നിസ്കരിച്ച് സലാം കിട്ടി ഉടനെ തന്നെ തിരക്കിട്ട് നമ്മൾ എണീറ്റ് പോവുകയാണെങ്കിലോ അവിടെ എന്ത് കുറഞ്ഞു പോകുന്നുണ്ട്? സമയം ഉണ്ടായിട്ടും നമ്മളത് ഒഴിവാക്കി പോകുകയാണെങ്കിൽ അവിടെ നമുക്ക് ഈമാൻ കുറയുന്നുണ്ട് എന്നാണ്. അപ്പോൾ ദിക്റിന് ശേഷമുള്ളൊരു ദിക്റാണ് നിസ്കാരം. ശരിക്കും എന്താണ്? ദിക്റാണ്. അഖിമി സ്വലാത്തലി ദിക്രി. എന്നെ ഓർക്കാൻ വേണ്ടി നിസ്കാരം നിങ്ങൾ നിലനിർത്തുക. സലാം വീട്ടി കഴിഞ്ഞാലും ദിക്റുകൾ തന്നെയാണ് ആര് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഹജ്ജിലൊക്കെ അള്ളാഹിനെ കുറിച്ചുള്ള ദിക്റാണ് പറയുന്നത്. ഹജ്ജ് കഴിഞ്ഞാലും പിന്നെ ദിക്ർ ഒഴിവാക്കണമെന്നല്ല. ഫൈദാ ഖലൈതും മനാസികക്കും ഫദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും വശദ്ദ ദിക്റഹ. അവർ വലിയൊരു ദിക്ർ കഴിഞ്ഞാലും പിന്നെ നിങ്ങൾ ദിക്ർ ഒഴിവാക്കണമെന്നല്ല. ദിക്ർ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മ അസ്മരാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈമാനിനെ കുറിച്ച് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഭാര്യമാരെ സംരക്ഷിക്കുന്നിടത്തും അവർക്ക് ചെലവിന് കൊടുക്കുന്നിടത്തും അവരുടെ മഹർ തീരുമാനിക്കുന്നിടത്തൊക്കെ എന്ത് വരുന്നുണ്ട്? അതിപ്പോൾ അങ്ങോട്ട് കൊടുക്കുന്നതല്ലേ എന്ന നിലക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അത് കുറക്കാൻ പാടില്ല. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹറിനെ കുറിച്ച് പറഞ്ഞല്ലോ, വളരെ ചെറിയ കാര്യങ്ങളാണെങ്കിലും ഖദ്ദറൽ ഹനഫി അയിമ ഓരോ മദ്ഹബിൻ്റെ മഹറിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യേണ്ട. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, വറദ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിമൻ യുരീദു സിവാജ്. വിവാഹം ഉദ്ദേശിച്ച ഒരു ചെറുപ്പക്കാരനോട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറയുകയുണ്ടായി, ഇൽതമിസ് വലോ ഖാതമൻ മിൻ ഹദീദ്. നീ മഹറായി ഒരു ഖാതമുൻ മിൻ ഹദീദ്, ഇരുമ്പിൻ്റെ ഒരു മോതിരം തന്നെയെങ്കിലും നിനക്ക് കിട്ടുമോ എന്ന് നോക്ക് എന്നാര് പറഞ്ഞിട്ടുണ്ട്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വല്ലാഹു അഅലമു ബിഈമാനിക്കും. നിങ്ങളുടെ ഈമാനിനെ കുറിച്ചൊക്കെ കൃത്യമായി അറിയുന്നവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ബഅദുക്കും മിൻ ബഅദ്. നിങ്ങളിൽ ചിലർ ചിലരിൽ നിന്നുണ്ടായവരാണല്ലോ. ഇത് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ബഅദുക്കും മിൻ ബഅദ്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും പറ്റിപ്പോകുന്ന തെറ്റുകൾ, വന്നു ഭവിക്കുന്ന വീഴ്ചകളും കുറ്റങ്ങളും നിൻ്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണമേ. ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള വത്സല്യ നിധികളായിരുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും
മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരെയും ഞങ്ങളെയും നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും നൽകണമേ. വിവിധ തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. മാനസികമായി, ശാരീരികമായി, സാമ്പത്തികമായി. അല്ലാഹുവേ, എല്ലാവരും അകപ്പെട്ടിട്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നിൻ്റെ കാരുണ്യത്താൽ നീ എല്ലാവരെയും കരകയറ്റി ജീവിതത്തിൽ ധന്യതയും സമാധാനവും എല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണമേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. വസല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചോദിച്ചോളൂ.